ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 27 ശ്ലോകം 2. ദുർവാസാവിൻ്റെ ശാപമേറ്റ് ദേവേന്ദ്രനും മറ്റെല്ലാ ദേവന്മാർക്കും ജരാനരകൾ ബാധിച്ചു. എല്ലാവരും തൊലിയൊക്കെ ചുക്കിച്ചുളിഞ്ഞ് കണ്ണും ചെവിയൊന്നും ശരിക്ക് പ്രവർത്തിക്കാതെ വരച്ച് നടക്കാൻ തുടങ്ങി. ആ അവസരം മുതലെടുത്ത് അസുരന്മാർ യുദ്ധത്തിന് വന്നു. വളരെ വേഗം ഇവരെയൊക്കെ തോൽപ്പിച്ചോടിച്ചു. എല്ലാവർക്കും സങ്കടമായി. എണീറ്റ് നിൽക്കാൻ പോലും വയ്യാത്ത വയസ്സന്മാരായി അവരെല്ലാവരും ആനപ്പുറത്തുനിന്നൊരു വിധം താഴത്തേക്ക് ഇറങ്ങിയ ദേവേന്ദ്രൻ്റെ ഒപ്പം ശിവനെ പോയി കണ്ടു. പരമശിവൻ പറഞ്ഞു, പിതാമഹനായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് നടക്കാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും ബ്രഹ്മാവിനെ കാണാൻ ചെന്നു. ബ്രഹ്മാവ് പറഞ്ഞു, നമ്മളുടെ എന്നത്തെയും രക്ഷിതാവ്, ഉപദേഷ്ടാവ്, നേർവഴി കാണിച്ചു തരുന്ന ആൾ ആരാണ്? ഭഗവാൻ മഹാവിഷ്ണുവാണ്. നമുക്കെല്ലാവർക്കും കൂടി അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകാമെന്ന് പറഞ്ഞു. ഒരു വിധേന എല്ലാവരും കൂടി അവിടെ എത്തി. ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിക്കാണ്. ദേവന്മാർക്കൊന്നും സ്തുതിക്കാനൊന്നും വയ്യ. അപ്പോൾ ബ്രഹ്മാവ് വളരെ മനോഹരമായിട്ടുള്ള സ്തുതിയാണ് അവിടെ ചെയ്യുന്നത്. അത്രയാണ് ഈ ശ്ലോകത്തിൽ, രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയണത്. ശാപേന പ്രഥിതജരേധ നിർജരേന്ദ്രേ ദേവേഷു അപ്യസുരജിതേഷു നിഷ്പ്രഭേഷു ശർവാദ്യ കമലജമേത്യ സർവദേവ നിർവാണപ്രഭവസമം ഭവന്തം ആപൂ. അർത്ഥം: നിർജരേന്ദ്രേ, നിർജരന്മാർ, ഒരിക്കലും ജരയോ നരയോ അസുഖമോ ഒന്നും ബാധിക്കാത്തതായ ആ ദേവന്മാരുടെ നേതാവായിട്ടുള്ള ഇന്ദ്രൻ. അതിനുശേഷം, ഈ ശാപഗ്രസ്തനായതിനു ശേഷം, ശാപേന പ്രഥിത ജരേ, ജര ബാധിച്ചു. തൊലിയൊക്കെ ചുക്കിച്ചുളിഞ്ഞ് ശക്തിയൊക്കെ തേജസ്സും ഓജസ്സും ഒക്കെ പോയി ജരയാൽ ബാധിതനായി. ദേവേഷു അഭി, ദേവേന്ദ്രൻ മാത്രമല്ല സകല ദേവന്മാരും അങ്ങനെ തന്നെ വയസ്സന്മാരായി. അസുരജിതേഷു, അവസരം മുതലെടുത്ത് ഓടി വന്ന് പെട്ടെന്ന് തന്നെ അസുരന്മാർ ഇവരെ ജയിച്ചു, ഇവരെ തോൽപ്പിച്ചു. നിഷ്പ്രഭേഷു, ഉള്ള ചൈതന്യം പോലും അങ്ങനെ ഇല്ലാതായിത്തീരുകയും ചെയ്തു ദേവന്മാരുടെ. അപ്പോൾ ശർവാദ്യ, സർവദേവ, സർവദേവന്മാരും, ശർവൻ എന്ന് പറഞ്ഞാൽ ശ്രീ പരമേശ്വരൻ, പരമേശ്വരനും കൂടി കമലജം ഏത്യ, കമലജൻ ബ്രഹ്മാവ്, ബ്രഹ്മാവിനെ സമീപിച്ചു. ഹേ നിർവാണപ്രഭവ, അല്ലയോ ഭഗവാനെ മഹാവിഷ്ണു ഗുരുവായൂരപ്പ, സമം ഭവന്തം ആപു, ബ്രഹ്മാവിനോടുകൂടി അവരെല്ലാവരും അങ്ങയെ കാണാൻ വന്നില്ലേ അന്ന്. നിർജരേന്ദ്രേ ശാപേന പ്രഥിതജരേ, ഇവരുടെ പ്രത്യേകത തന്നെ അതാണ്, ജരാനര അസുഖമൊന്നും ബാധിക്കില്ല എന്നതാണ്. അങ്ങനെയുള്ള അവർ ദുർവാസാവ് മഹർഷിയുടെ ശാപത്താൽ പ്രഥിതജരേ, ജര പിടിച്ചവരായി, വാർദ്ധക്യം പ്രാപിച്ചവരായി. ദേവേഷു അഭി, സകല ദേവന്മാരും അങ്ങനെയായി. അസുരജിതേഷു, അസുരന്മാർ ഇവരെ തോൽപ്പിക്കുകയും ചെയ്തു. ശർവാദ്യ, സർവദേവ കമലജം ഏത്യ, ആ സമയത്ത് ശ്രീരുദ്രനോടുകൂടി എല്ലാ ദേവന്മാരും ബ്രഹ്മാവിൻ്റെ അടുത്തെത്തി. സമം, എന്നിട്ട് എല്ലാവരും ഒരുമിച്ചു കൂടി നിർവാണപ്രഭവ, അങ്ങേക്ക് മാത്രമേ നിർവാണം, മോക്ഷം നൽകാനായി സാധിക്കുള്ളൂ. ആ മോക്ഷത്തിൻ്റെ പ്രഭവം, ഉറവിടം ആയിട്ടുള്ള ഭഗവാനെ, അവിടത്തെ അങ്ങയെ ഭവന്തം ആപു, ശരണം പ്രാപിച്ചു. അപ്പോൾ ശാശ്വതമായ സുഖത്തിൻ്റെ, നിർവാണത്തിൻ്റെ, ആ വേലിയില്ലാതിരിക്കുന്ന നിർവൃതിയുടെ പ്രഭവം, ഉറവിടം സ്വർഗമല്ല, ദേവന്മാരല്ല, ഇന്ദ്രനല്ല, ബ്രഹ്മാവും ശിവനും ഒന്നുമല്ല, ഭഗവാനെ അങ്ങ് മാത്രമാണ്. അത് എനിക്കും അറിയാം. അതുകൊണ്ട് ഞാനും ഇതാ അങ്ങയെ ശരണം പ്രാപിക്കുന്നു. എൻ്റെ അസുഖവും അവിടെ നിന്ന് മാറ്റിത്തരും എന്നെനിക്ക് ഉറപ്പുണ്ട്. ശ്ലോകം ഒന്നും കൂടി നോക്കാം.
ശാപേന പ്രഥിതജരേധ നിർജരേന്ദ്രേ ദേവേഷു അഭി അസുരജിതേഷു നിഷ്പ്രഭേഷു ശർവാദ്യ കമലജം ഏത്യ സർവദേവ നിർവാണപ്രഭവ സമം ഭവന്തമാപൂ. മൂന്നാമത്തെ ശ്ലോകം കൂടി നോക്കാം. ബ്രഹ്മാവും എല്ലാവരും കൂടി തൻ്റെ മുന്നിൽ വന്ന് സ്തുതിച്ചത് കണ്ട ഭഗവാൻ വേഗം ഉണർന്ന് പ്രത്യക്ഷമായി അവർക്ക്. എന്നിട്ട് ഇനി എന്താണ് വേണ്ടത് എന്ന കാര്യം വേഗം നടത്തുവാനായിട്ട് ഉപദേശിക്കുകയും ചെയ്തു. ബ്രഹ്മാദ്യൈ സ്തുതമഹിമാ ചിരം തദാനീം പ്രാദുഷൻ വരദ പുര പരേണ ധാംന ഹേ ദേവാ ദിദിജകുലൈർവിധായ സന്ധിം പീയൂഷം പരിമഥദേ ഇതി പര്യശാസ്ത്വം. അവരെ ഇങ്ങനെ ഭഗവാൻ നിർദ്ദേശിച്ചു, ഉപദേശിച്ചു. അർത്ഥം ഇങ്ങനെയാണ്: തദാനീം, ആ സമയത്ത് എല്ലാവരും ഭഗവാന്റെ മുന്നിൽ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ, വരദ, അവിടുന്ന് വരം കൊടുക്കുന്നവനാണ്. തന്നെ ആശ്രയിക്കുന്നവർക്ക് ഭക്തിയോടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ ശരണം. ഞാൻ എന്ന അത് ഒന്നുമല്ല, എനിക്ക് ഒരു ശക്തിയുമില്ല. അവിടുത്തെ കാരുണ്യം കൊണ്ടാണ് ഞാൻ ശ്വാസമെടുക്കുന്നത്. എൻ്റെ ഹൃദയം ഒരു പ്രാവശ്യമെങ്കിലും തുടിക്കുന്നത് അവിടുത്തെ ശക്തി കൊണ്ട് മാത്രമാണ് എന്ന് അറിയുന്ന ആളുകൾ, ഭഗവാന്റെ തൃപ്പാദത്തിൽ ശരണം പ്രാപിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അവിടുന്ന് ശരണം നൽകുക തന്നെ ചെയ്യും. അതാണ് വരദ, വരം നൽകുന്നവനെ, ഭഗവാനെ. ബ്രഹ്മാദ്യൈ ചിരം സ്തുതമഹിമ, ബ്രഹ്മാവ് തുടങ്ങിയിട്ടുള്ള സകലരും ചിരം, വളരെ നേരം അങ്ങയെ സ്തുതിച്ചു. അങ്ങനെ ആ മഹാത്മ്യത്തോടു കൂടിയ, അവർ സ്തുതിച്ചതിനൊക്കെ അപ്പുറമുള്ള മഹിമയോട് കൂടിയ ത്വം, അങ്ങ്, പരേണ ധാംന, പരമായിട്ടുള്ള വളരെ വലിയതായ, ധാംന എന്ന് പറഞ്ഞാൽ തേജസ്, തേജസ്സോടുകൂടി, പുര പ്രാദുഷൻ, അവരുടെ എല്ലാവരുടെയും മുന്നിൽ അവർക്ക് കാണുന്ന വിധത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഹേ ദേവ, അദ്ദേഹം പറയാണ്, ഭഗവാൻ വിഷ്ണു ഇവരോട് പറയാണ്, ദേവ, അല്ലയോ ദേവന്മാരെ, ദിദിജ കുലൈ സന്ധിം വിധായ, നിങ്ങൾക്കിനി ഒരേ ഒരു വഴിയേ ചെയ്യാനുള്ളൂ. നിങ്ങളെക്കൊണ്ട് ശക്തിയില്ല, ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓടിപ്പോയിട്ട് ദേവന്മാരോട് സന്ധി ചെയ്യുക. പീയൂഷം പരിമഥത, പാലാഴിയിൽ നിന്നും അമൃതിനെ കടഞ്ഞെടുത്താലും. ഇതി ത്വം പര്യശ, ഇങ്ങനെയല്ലേ അവിടുന്ന് അവരെ ശാസിച്ചത്, അവരോട് ഉപദേശിച്ചത് ഇത് തന്നെയല്ലേ. ബ്രഹ്മാവ് തുടങ്ങി സകല ദേവന്മാരും പരമശിവനും ഒക്കെ ചിരം, വളരെ നേരം ഭഗവാന്റെ മഹിമയെ, കാരുണ്യത്തെ കുറിച്ചൊക്കെ സ്തുതിച്ചത് കേട്ട് ഭഗവാൻ വലിയ തേജസ്സോടുകൂടി പ്രാദുഷൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ദേവന്മാരെ, ഇനി ഇതുവരെയുള്ള കളിയൊന്നും ശരിയാവില്ല. ഇതിന് മരുന്ന് അമൃത് മാത്രമാണ്. അത് കിട്ടാനോ നന്നായിട്ട് പണിയെടുക്കണം. ഞാൻ തന്നെ അങ്ങോട്ട് കൊണ്ടുതരുമൊന്നുമില്ല, നിങ്ങളും പണിയെടുക്കണം. ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിച്ചുകൊണ്ട് ഒപ്പം നിങ്ങളുടെ കൂടെ നിൽക്കാം. പക്ഷേ നിങ്ങളും കുറച്ച് ബുദ്ധിമുട്ട് തന്നെ വേണം. ആദ്യം ചെയ്യേണ്ടത് എന്താണ്? പോയിട്ട് അസുരന്മാരുടെ കാല് പിടിക്കുക. അവർ നിങ്ങളുടെ ബന്ധുക്കൾ തന്നെയല്ലേ, രണ്ടാളുടെ അച്ഛൻ ഒന്ന് തന്നെയല്ലേ, അമ്മ വേറെയാണെങ്കിലും. അതുകൊണ്ട് ഈ അഹങ്കാരവും അഭിമാനവും ഒക്കെ അങ്ങോട്ട് മാറ്റിവെച്ച് അവിടെ ചെല്ലുക. അവർ നല്ലവരാണ്, കാരണം അവരുടെ രാജാവ് ഇപ്പോൾ സാധാരണക്കാരനല്ല, മഹാനായിട്ടുള്ള ബലിയാണ്. അദ്ദേഹം നിങ്ങളെ സഹായിക്കും. അതിനുശേഷം ഔഷധികളൊക്കെ കൊണ്ടുവന്ന് പാലാഴിയിലിടുക. എന്നിട്ട് തൈര് കടയണ പോലെ കടകോലിട്ട് കയറ് പിടിച്ച് പാലാഴിയെ കടയണം. അതിന് മന്ദരപർവ്വതത്തിനെ കടകോലാക്കുക, സർപ്പരാജനായിട്ടുള്ള വാസുകിയെ കയറാക്കുക. അതുകൊണ്ട് ഒട്ടും നേരം കളയണ്ട, വേഗം പോയി സന്ധി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അസുരന്മാരുടെ ശക്തിയും സഹായവും ഓജസ്സും ഒക്കെ ഉണ്ടായാലേ കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ അവരോട് സന്ധി ചെയ്യുക. പോയിട്ട് എൻ്റെ അനുഗ്രഹമുള്ളത് കൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ശരിയായി വരും എന്നവരെ സമാധാനിപ്പിച്ചു ഭഗവാൻ. ബ്രഹ്മാവിൻ്റെ സ്തുതിയിൽ പറയുന്നുണ്ട്, അവിടുത്തെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ ഏത് വലിയ
പ്രശ്നവും നിസ്സാരമായി തീരുകയുള്ളൂ. അതല്ല എങ്കിൽ എത്ര ചെറിയ സങ്കീർണതയും പരിഹരിക്കാനാവാത്ത വിധം വലിയ പ്രശ്നമായി തീരും. അതുകൊണ്ട് അവിടുത്തെ അനുഗ്രഹം ഞങ്ങൾക്ക് വേണം, ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കണേ എന്നാണ് ബ്രഹ്മാവ് സ്തുതിച്ചത്. അതുകൊണ്ട് തന്നെ ഭഗവാൻ പറഞ്ഞു, തീർച്ചയായിട്ടും എൻ്റെ സഹായം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. നിങ്ങൾ പരിശ്രമിക്കാൻ ഒരുങ്ങുക. ആദ്യം ചെയ്യേണ്ട കാര്യം ഇതാണ്: അസുരന്മാരോട്, ബലവാന്മാരായിട്ടുള്ള വീര്യവാന്മാരായിട്ടുള്ള മഹാബലി നയിക്കുന്നതായിട്ടുള്ള ആ അസുരന്മാരെ നിങ്ങളുടെ കൂട്ടത്തിൽ ഈ